എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും മുട്ടയും ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം മതി സ്നാക്സ് ഉണ്ടാക്കാനായിട്ട്. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഈ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ബ്രെഡ് എടുക്കാം. ഇനി ഞാൻ ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളത്തിന് അങ്ങനെ അളവും കാര്യങ്ങളൊന്നുമില്ല. ഈ ബ്രെഡ് ഒന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 2 മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് കുതിർത്തി വെക്കണം. ഞാനിവിടെ 2 മുട്ട വേവിച്ച് എടുത്തിട്ടുണ്ട്. എത്ര കഷ്ണം ബ്രെഡാണോ എടുക്കേണ്ടത് അത്രയും തന്നെ മുട്ടയാണ് എടുക്കേണ്ടത്. ഞാനിവിടെ 2 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് 2 മുട്ടയും കൂടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ഈ മുട്ട ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഞാനിത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ആ ബ്രെഡ് ഒന്ന് സ്ക്യൂസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. നമ്മൾ കുതിർത്ത് വെച്ച ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കാൻ പറ്റും. ഇതിലേക്ക് ഇനി നമുക്ക് മുട്ടയുടെ മിക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്കിനി ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ എല്ലാം ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. രണ്ട് ഭാഗവും നമ്മളിപ്പോൾ നന്നായിട്ട് മുരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചൂടോട് കൂടി തന്നെ വേണം കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്നും മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.